യേശുവിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റിലുമുള്ള കുറേ പേരെ നമ്മൾ ഒത്തിരി അധികം അടുത്ത് സ്നേഹിക്കുന്നവർക്ക് എന്തുപകാരവും നന്മയും ആവശ്യപ്പെട്ടില്ലെങ്കിൽ പോലും നമ്മൾ ചെയ്തു കൊടുക്കുന്നു. കുറേ പേരോട് സാധാരണ സ്നേഹമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉപകാരം ചെയ്യുന്ന സ്നേഹം. കുറച്ച് പേരോട് നമുക്ക് യാതൊരു പരിചയവുമില്ല, നിസ്സംഗഭാവമാണ് നമ്മൾ കാണിക്കുക. നാലാമതായി, ചിലപ്പോഴെങ്കിലും കുറച്ച് പേരെ നമ്മൾ വെറുക്കുന്നു, അവരോട് പിണങ്ങി കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മുടെ ചുറ്റിലുമുള്ള ഓരോ സഹോദരനും സഹോദരിലും നമ്മൾ ഈശോയെയാണ് കാണേണ്ടത്. അവരെ സ്നേഹിക്കുമ്പോൾ ഈശോയെ തന്നെ, അവരെ ശുശ്രൂഷിക്കാതിരിക്കുമ്പോൾ ഈശോയെയാണ് ശുശ്രൂഷിക്കാതിരിക്കുക. നമ്മൾ എത്ര പേരെയാണോ അടുത്ത് സ്നേഹിക്കുന്നത് അത്രയും ശതമാനമാണ് നമ്മൾ ഈശോയെ ഏറ്റവും അടുത്ത് സ്നേഹിക്കുന്നത്. നിസ്സംഗഭാവം നമ്മൾ കാണിക്കുമ്പോൾ അത്രയും ശതമാനം, സാധാരണ സ്നേഹം അത്രയും ശതമാനവും, വെറുക്കുന്നതും അത്രയും ശതമാനമാണ്. അപ്പോൾ ഈശോയെ ഏറ്റവും അടുത്ത് സ്നേഹിക്കുന്ന ശതമാനം മറ്റുള്ള മുഴുവൻ ശതമാനത്തേക്കാൾ നമ്മൾ കൂടുതലായിരിക്കണം. എങ്കിലേ നമുക്ക് സ്വർഗരാജ്യം അവകാശപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. നമ്മൾ അങ്ങനെയാണോ ജീവിക്കുന്നത് എന്ന് നമുക്ക് വിലയിരുത്തി നോക്കാം. തങ്ങളുടെ ചുറ്റുമുള്ളവരിൽ യേശുവിനെ കണ്ട് മുഴുവൻ സ്നേഹവും, ചുറ്റുമുള്ളവർ മുഴുവൻ പേരെയും സ്നേഹിച്ച്, അധകൃതരെയും പണങ്ങിയവരെയും വെറുത്തവരെയും സ്നേഹിച്ച വിശുദ്ധ മദർ തെരേസയുടെ തിരുനാൾ സഭയിൽ നിന്ന് ആചരിക്കുകയാണ്. വിശുദ്ധ അമ്മയിൽ നിന്ന് പ്രയോജനം ഉൾക്കൊണ്ട് നമുക്കും ചുറ്റുമുള്ളവരെ സ്നേഹിക്കാം, ഈശോയെ സ്നേഹിക്കാം. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.